ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ചേട്ടനും കൂടെ ഉണ്ട്, ലീവായതുകൊണ്ട് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയ്ക്കും കുക്കിംഗ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ നന്നായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ്, ബീൻസ്, സബോള, മുളകൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടുകെല്ലാം പൊട്ടിച്ച് വരുമ്പോഴത്തേക്ക് അമ്പുടി എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്പുടിനെ എടുത്ത് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചേട്ടനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ചേട്ടനെ ഓരോന്ന് വരാന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അമ്പുടി എണീറ്റുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടന്നു കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ചേട്ടൻ ലീവല്ല. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരം വൈകി എണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപ്മാവ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറൊന്നും വെച്ചില്ല. അപ്പോൾ വീട്ടിലമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഞാനാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഉപ്മാവിൻ്റെ ഇത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇത് ഇത്തിരി പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഞങ്ങളിത് വറുത്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ തനിച്ചായതുകൊണ്ട് ഞങ്ങളിത് വറുത്തില്ല കേട്ടോ. പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ആണെങ്കിൽ നല്ല വറുത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ എനിക്ക് മഞ്ഞപ്പൊടി അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്മാവ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം ഗീയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ലേശം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വറുത്തെടുക്കുമായിരുന്നെങ്കിൽ ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും എന്നാണ് കേട്ടോ. അപ്പോൾ ചായ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയും പഴവും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴവും ഉപ്പുമാവും ചായയും കൂടി ഇട്ടാണ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ